അഡീഷൻ ചെയ്യാം. ആഡ് ചെയ്യാനുള്ള വാല്യൂസ് എന്താണ്? 1101 പ്ലസ് എന്താ ചെയ്യേണ്ടത്? 0111 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 1 + 1 ചെയ്യുമ്പോഴേക്കും ആൻസർ എന്താണ്? 1 + 1ൻ്റെ ആൻസർ എന്താണ്? 10 ആണ്. സോ 0 ആൻസറിൽ കാണും, 1 എന്തായിരിക്കും? ക്യാരി ആയിരിക്കും. സോ 0 കൊടുത്തു, ക്യാരി അവിടെ നോട്ട് ചെയ്തു. ദെൻ നമുക്ക് നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണ്? 0 + 1 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 1 + 1 നമുക്ക് എന്ത് കിട്ടും? 0. ക്യാരി 1 വന്നിട്ടുണ്ട്. നെക്സ്റ്റ് 1 + 1 എന്ന് പറയുമ്പോൾ എന്താണ്? 10 ആണ്. ക്യാരി ഒരെണ്ണമുണ്ട്. സോ 1 + 1 1 ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ 1 നമ്മൾ ആൻസറിലേക്ക് എഴുതും. ക്യാരി 1 വന്നിട്ടുണ്ട്. സോ 1 + 0 നമുക്ക് എന്താണ്? 0 + 1 നമുക്ക് എന്ത് കിട്ടും? 10. ഓക്കെ. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 10100. സോ ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇനി പെർഫോം ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് 2's കോംപ്ലിമെൻറ്റ്. ഇവിടുത്തെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സബ്ട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട നമ്പേഴ്സ് എന്താണ്? 7ഉം 2. ഓക്കെ. 2's കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സബ്ട്രാഹൻ്റ് ആരാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 2's കോംപ്ലിമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക. എപ്പോഴും നമ്മൾ നെഗറ്റീവ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 7നെ നമുക്ക് 2 ആയിട്ട് ആഡ് ചെയ്യണം. ഇവിടുത്തെ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? -2 ആണ്, -2 ആണ് അല്ലേ? ആക്ച്വലി 7 - 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 7 + -2 ആണ്. അതുകൊണ്ടാണ് 2നെ നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്? 2's കോംപ്ലിമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യുന്ന നെഗറ്റീവ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2's കോംപ്ലിമെൻറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ഏത് നമ്പറിൻ്റെ? സബ്ട്രാഹൻഡിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ. അതാണ് 2's കോംപ്ലിമെൻറ്റ് അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ബൈ യൂസിങ് 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 2 നമ്പേഴ്സിനെ നമ്മൾ ബൈനറി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ 8 ബിറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 4 ബിറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എപ്പോഴും അങ്ങനെ ഒരു യൂണിഫോം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് മാനറിൽ വേണം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 7ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എന്തുവാ? 8421 കോഡ് വെച്ച് 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 + 2 + 1 അല്ലേ? അപ്പം സോ 0 1 1 ആണ് 7ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി. ഇനി നമുക്ക് 2ൻ്റെ ബൈനറി നോക്കാം. 2 എന്ന് പറഞ്ഞാൽ ഈ ഒരാൾ മാത്രം സെറ്റ് ആയാൽ മതി, ബാക്കി എല്ലാവരും ഇനാക്റ്റീവ് ആയിക്കോട്ടെ. സോ ദിസാണ്. സോ ദീസ് വിൽ ബി ദ ബൈനറി വാല്യൂസ് ഫോർ 7 and 2. 7ൻ്റെയും 2ൻ്റെയും ബൈനറി കിട്ടിയല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ സബ്ട്രാഹൻ്റ് ആരാണ്? 2 ആണ്. സോ 2നെ വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? 2's കോംപ്ലിമെൻറ്റിലേക്ക് മാറ്റാൻ. സോ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 0 0 1 1നെ ആദ്യം എന്ത് ചെയ്യണം? 1സിലേക്ക് മാറ്റണം. 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് 0s എല്ലാം 1s ആവും, 1s എല്ലാം 0s ആവും. ഇവിടെ എന്താ ഉള്ളത്? ഫസ്റ്റത്തെ ബിറ്റ് 0 1 ആയി മാറി, നെക്സ്റ്റ് ബിറ്റ് 1 0 ആയി മാറി, അടുത്ത എന്താ? ഈ ഒരു 1 1 ആയി മാറും, അടുത്ത എന്താ? ഈ 1 ഒരു 1 ആയി മാറും. സോ ദാറ്റ് ഈസ് എ 1's കോംപ്ലിമെൻറ്റ്. ഈ 1's കോംപ്ലിമെൻറ്റിൻ്റെ +1 ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ +1 കൂടെ ആഡ് ചെയ്യുവാണ്. സോ 1 + 1 നമുക്ക് എന്ത് കിട്ടും? 0. ക്യാരി 1 ഉണ്ട്, അതവിടെ എഴുതി. 0 + 1 1 ആയി. നെക്സ്റ്റ് ബാക്കി എല്ലാ വാല്യൂസിനോട് ആഡ് ചെയ്യാനൊന്നുമില്ല, അതിനെ അങ്ങനെ തന്നെ എടുത്ത് എഴുതി വെച്ചു അല്ലേ? സോ നമുക്ക് കിട്ടിയ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 110. ഇവിടുത്തെ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 110. അപ്പോൾ ഇനി 2ന് പകരമായിട്ട് നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് ആരെയാണ്? 110. സോ നമ്മളുടെ ഗിവൺ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 1 1 1 പ്ലസ് നമുക്ക് 2's കോംപ്ലിമെൻറ്റ് ഓഫ് 2 ആണ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് 110 1 1 1 0. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. 1 + 0 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിട്ടും. 1 + 1 എന്ന് പറഞ്ഞാൽ 0, ക്യാരി 1 ഉണ്ട്. 1 + 1 0, ക്യാരി 1 ഉണ്ട്. അപ്പോൾ 1 ആയി മാറും. നെക്സ്റ്റ് 0 + 1 1 ആണ്. ക്യാരി 1 ചെയ്യുമ്പോഴേക്കും എന്തായി മാറും? 1 0. ഓക്കെ. സോ ഇവിടെ നമ്മൾ 4 ബിറ്റിൻ്റെ അഡീഷനാണ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ക്യാരി വന്നിട്ടുണ്ട്. ഓക്കെ. സോ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്യാരിയെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ. സോ ഇതൊരു പോസിറ്റീവ് നമ്പറാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ. സോ അപ്പോൾ നോക്കിക്കേ, നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0101 ആണ്. ഇനി നോക്കുക, ഈ 0101 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 8421 എന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ, ഇതാരാന്ന് മനസ്സിലാവും. 4ലും സെറ്റായിട്ടുണ്ട്, 1ലും സെറ്റായിട്ടുണ്ട്. സോ 4 + 1 ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 5. സോ 5 വിൽ ബി ദ ആൻസർ. സോ നമ്മൾ ചെയ്ത എന്താണ്? 7 - 2 ആണ്. സോ ആൻസർ ഈസ് 5. കറക്റ്റ് തന്നെയല്ലേ? ഓക്കെ. ദെൻ ഇനിയും വന്നേക്കുക അടുത്ത ക്വസ്റ്റനിൽ കൺവേർട്ട് ഇൻ ടു ഡെസിമൽ എന്ന് പറയുക. ഡെസിമൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പോയിൻറ്റ് പോർഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാമല്ലോ. ആദ്യം ഫസ്റ്റ് നമ്പർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 11 അല്ല 111 0 1 1. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 × 2⁻0 പ്ലസ് ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് നെക്സ്റ്റ് 1 × 2⁻3 പ്ലസ് എഗെയിൻ 1 × 2⁻4 പ്ലസ് 1 × 2⁻5. ഓക്കെ. അത്രയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 32 + 16 + 8 + 0 + 2 + 1 നമുക്ക് എന്ത് കിട്ടും? 59. സോ ദിസ് ഇസ് ദ ഡെസിമൽ ഈക്വലൻറ്റ്. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 92
ടു ദ ബേസ് 10 ടു ബൈനറി. അതായത് നമുക്ക് ഡെസിമലിൽ നിന്ന് ബൈനറിയിലോട്ട് മാറ്റുക, ഫ്രം ഡെസിമൽ ടു അനദർ സിസ്റ്റം. അപ്പോഴേക്കും നമുക്ക് വിഷമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കണ്ടിന്യൂസ് ഡിവിഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, അത് ഏത് നമ്പർ വെച്ചാൽ ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെ മനസ്സിലാക്കുന്നത്, ഏത് ബേസിലോട്ടാണോ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് ആ നമ്പർ വെച്ച് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. സോ 92നെ ഡിവൈഡ് ചെയ്യാനുള്ള നമ്പർ നമുക്ക് എവിടെ നിന്ന് കിട്ടി, ബൈനറി നമ്പറാണ് നമുക്ക് വേണ്ട ബേസ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യും, 2 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 92നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 46 റിമൈൻഡർ 0. ദെൻ 23 2 ടൈംസ് ചെയ്യുമ്പോഴാണ് 46 വരിക. സോ നമ്മൾ റിമൈൻഡർ 0 കൊടുത്തു. ദെൻ 23 നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 11 2s are 22, ദ റിമൈൻഡർ ഈസ് 1. ദെൻ എഗെയിൻ 11നെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 5 ആണ് ക്വോഷ്യൻ്റ്, 1 നമുക്ക് റിമൈൻഡർ ആയിട്ട് വരും. എഗെയിൻ നമ്മൾ 2 വെച്ച് 5നെ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ക്വോഷ്യൻ്റ് 2 റിമൈൻഡർ 1. എഗെയിൻ 2/2 ചെയ്യുമ്പോഴേക്കും നമുക്ക് 1 0. എപ്പോഴാണ് 2നേക്കാളും ചെറിയ വാല്യൂ ക്വോഷ്യൻ്റ് ആവുന്നത് ആ സമയത്ത് നമ്മൾ ഈ കണ്ടിന്യൂസ് ഡിവിഷൻ പ്രോസസ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. സോ 1 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇനി നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ കളക്ട് ചെയ്ത് എഴുതുക. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും, 1 0 1 1 1 0 0. സോ ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, അത് ആൻസർ കിട്ടി. ഇനി നോക്കിക്കേ, അടുത്ത പറഞ്ഞേക്കുന്നത് എന്താ, ഒരു ഹെക്സാ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് 2 ഡെസിമൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഹാപ്പി ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ തന്നിരിക്കുന്ന ബേസ് ഏതാണ്, ഹെക്സ എന്ന് പറഞ്ഞാൽ എന്താണ്, 16. അപ്പോൾ 16 വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, 3 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 തന്നെയാണ് ഹെക്സയിൽ, ഇൻറ്റു 16⁻1 പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, 15 ആണ് നമുക്കറിയാം, അത് 16⁻0. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ 16ൻ്റെ ബേസ് പവർ, അത് കഴിഞ്ഞിട്ട് അടുത്തതിന് 16ൻ്റെ നെക്സ്റ്റ് പവർ വാല്യൂ, അങ്ങനെയല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 3 × 16⁻1 പ്ലസ് 15 × 16⁻0 അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 63. സോ ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ ബൈനറി, ഇത് ഞാൻ പറഞ്ഞ തേർഡ് പോർഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒക്ട അല്ലെങ്കിൽ ഹെക്സ ആയിട്ട് തന്നിട്ട് അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുവാണെങ്കിൽ, ഒക്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 3 ഡിജിറ്റ് നമ്പർ സിസ്റ്റമാണ്. അതേസമയം ഹെക്സ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ഡിജിറ്റ് നമ്പർ സിസ്റ്റം. എന്താണ്, 4 ഡിജിറ്റ് സിസ്റ്റം. അപ്പോൾ ഒരു ഒക്ടൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ഡിജിറ്റ് സിസ്റ്റം ആണെന്ന് നോക്കുക, അതിൽ അത്രയും ബിറ്റ് പാറ്റേൺ ജനറേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 54 എന്നാണ് നമ്മുടെ ഒക്ടൽ നമ്പർ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ബൈനറിയിലോട്ട് എഴുതണം. അപ്പോൾ 4ൻ്റെ ബൈനറി നമുക്കറിയാം. 4ൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ, 8421 എടുത്ത് വയ്ക്കുക. അപ്പോൾ 4 മാത്രം മതി 4നെ ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യും, 1, ബാക്കി എല്ലാവർക്കും എന്ത് കൊടുത്തു, 0 കൊടുത്തു. സോ 0100 ഈസ് ദ ബൈനറി ഫോർ 4. ഓക്കെ, അടുത്ത എന്താ ചെയ്തേക്കുന്നത്, 5 എന്ന് പറയുമ്പോൾ എന്താ, 4ഉം 1നോട് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 8 നമ്മൾ റീസെറ്റ് ചെയ്തു, 0 കൊടുത്തു, 4ന് 1 കൊടുത്തു, 2 വേണ്ട, 1 വേണം. ഓക്കെ, സോ 0101 ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, 5ൻ്റെ 4 ഡിജിറ്റ് ബൈനറി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ നിൽക്കുന്ന ഏത് സിസ്റ്റത്തിലാണ്, ഒക്ടൽ സിസ്റ്റം. ഒക്ടൽ എന്ന് പറഞ്ഞാൽ എത്ര ഡിജിറ്റാണ് കാണുന്നത്, 3 ഡിജിറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്ക് ഒരിക്കലും ഈ റൈറ്റിൽ നിന്ന് എടുത്ത് കളയാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ എപ്പോഴും എടുത്ത് കളയുന്നത് എന്തായിരിക്കും, MSB ആയിരിക്കും. എന്തിനായിരിക്കും എടുത്ത് കളയുന്നത്, MSB. അപ്പം 1 2 3 എന്നുള്ള ആദ്യത്തെ 3 ഡിജിറ്റ് ചേരുന്നതായിരിക്കും നമ്മുടെ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ. അതേപോലെ അടുത്ത 3 ഡിജിറ്റ് ചേരുന്നതായിരിക്കും 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ. എപ്പോഴും ബൈനറി എന്ന് പറയുമ്പോഴേക്കും ഒരു ഡിജിറ്റ് പാറ്റേൺ 8421 വെച്ച് നിങ്ങൾ നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യുക. ഏത് സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ സിസ്റ്റത്തിനനുസരിച്ചിട്ട് എത്ര ബിറ്റ്സ് നമുക്ക് ആൻസറിൽ വേണം എന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യുക. സപ്പോസ് ഇവിടെ നോക്കിക്കേ, 54 ആയിരുന്നു നമ്മുടെ നമ്പർ, അതിനെ നമ്മൾ ഹെക്സയിൽ നിന്ന് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഇത് ഹെക്സ സിസ്റ്റമാണ്. അപ്പം 4ൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ. 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 0100 ആണ്. 5 എന്ന് പറഞ്ഞാൽ എന്താണ്, 0101 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെക്സ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ബിറ്റ് വേണം ഹെക്സ സിസ്റ്റത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 4 ഡിജിറ്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, 4 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ 4 പേരോട് നമ്മൾ ഒരുമിച്ച് എഴുതി വയ്ക്കുമ്പോഴേക്കും എന്തായി മാറും, അത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ആവും. ഓക്കെ, അപ്പോൾ അതായത് 4ൻ്റെ 0100യും 5ൻ്റെ 0101. ഞാൻ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. സോ ദിസ് ഈസ് ദ ബൈനറി ഫോർ ദിസ് ഒക്ടൽ ഹെക്സ നമ്പർ ആൻഡ് ദിസ് ഈസ് ദ ബൈനറി ഫോർ ദിസ് ഒക്ടൽ നമ്പർ. ഒരു 3 ഡിജിറ്റിൻ്റെ പെയറായിട്ടായിരിക്കും നമ്മൾ എഴുതുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, 2's കോംപ്ലിമെൻറ്റ് ഓഫ് +5 ആൻഡ് -5. ഒരു നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുമ്പം ആ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെപ്പോഴും റെപ്രസെൻറ്റേഷൻ, ഒരു സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പർ ഓഫ് ബിറ്റ്സ് 8 ബിറ്റ് ആയിരിക്കും. എത്ര ബിറ്റ് ആയിരിക്കും, 8 ബിറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഒരു നമ്പർ തരുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8 ബിറ്റ് അങ്ങ് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് 5 ആണ്, +5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8 ബിറ്റ് ബൈനറി എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം, 8421
5 വരണമെങ്കിൽ എന്ത് ചെയ്യണം, 4ഉം 1ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു, 4ൻ്റെ പൊസിഷനും 1ൻ്റെ പൊസിഷനും മാത്രം 1 കൊടുത്തു, ബാക്കി 2 സെക്ഷനിൽ നമ്മൾ എന്ത് കൊടുത്തു, 0 കൊടുത്തു. അപ്പോൾ 4 ഡിജിറ്റല്ലേ ആയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള 4 നമ്മൾ എന്ത് ചെയ്യണം, 0 വെച്ച് അങ്ങ് അപ്പൻഡ് ചെയ്യണം. അപ്പോൾ എന്തായി, 8 ഡിജിറ്റായി. സോ ദിസ് ഈസ് ദ ബൈനറി റെപ്രസെൻറ്റേഷൻ ഫോർ ദിസ് എന്താണ് +5. +5 എന്ന് പറഞ്ഞാൽ എപ്പോഴും ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് നമ്പേഴ്സിനെയാണ്. പോസിറ്റീവ് നമ്പേഴ്സിന് ഒരു ചേഞ്ചും വരില്ല, അത് അങ്ങനെ തന്നെ നമ്മൾ എഴുതി വയ്ക്കും. ഓക്കെ, സോ +5 അങ്ങനെ തന്നെ എഴുതി, അതിനകത്ത് ഒരു ചേഞ്ചും ഇല്ല. ഇനി -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് സൈൻ ഒഴിച്ച് ബാക്കിയുള്ള മാഗ്നിറ്റ്യൂഡിന് മാത്രം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ പോസിറ്റീവ് വാല്യൂൻ്റെ തന്നെ വാല്യൂ ആണ് ആർക്ക് വരുന്നത്, ഇതിനും വരിക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 0 1 അങ്ങനെ തന്നെ വരും. ബാക്കി ഈ ഇതെല്ലാം നമ്പേഴ്സ് എന്ത് ചെയ്യും, ഡിജിറ്റ്സ് ഫ്ലിപ്പ് ആവും. ഓക്കെ, സോ 1 2 3 4 5 1 2 3 4 5 ആ 5 സീറോസ് എന്തായി, 1 ആയി. പിന്നെ ഒരു 0 ഉണ്ടായിരുന്നു, ഒരു 1 ഉണ്ടായിരുന്നു, 0 ഉണ്ടായിരുന്നു, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഡിജിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലിപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ലാസ്റ്റ് ഡിജിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ കിട്ടിയ ആൻസറിലേക്ക് എഴുതണം ഒന്നും കൂടെ. ഇവിടെ 0 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വരും. കാരണം ഡിജിറ്റ് എല്ലാം ഫ്ലിപ്പ് ആവുക, ഈ സീറോസ് എല്ലാം എന്തായി മാറും, വൺസായി മാറും. ഓക്കെ, സോ 5 വൺസും വന്നു, ബാക്കിയെല്ലാം വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വൺസ് കോംപ്ലിമെൻറ്റിനെ ഇവിടെ +1 ചെയ്യണം. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 1 വരും, ദെൻ 0 വരും, ബാക്കി 1 2 3 4 5 വൺസും അങ്ങനെ തന്നെ എഴുതി. സോ ദിസ് വിൽ ബി വാട്ട്, the -5 in ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, സോ -5നെ നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആദ്യം ഒരു നമ്പർ തരുവാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വാല്യൂവിനെ ടൂസ് കോംപ്ലിമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്പറിനെ ആദ്യം അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8 ബിറ്റ് ബൈനറി എഴുതുക, എന്നിട്ട് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക, ദെൻ ഒരു +1 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എന്ത് കിട്ടും, നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത തന്നെയാണ് 2 ബൈനറി. 2 ബൈനറി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താവുന്നത്, ഡെസിമൽ ടു ബൈനറി. 2 ഡെസിമൽ ടു ബൈനറി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഡെസിമലിൽ നിന്ന് മാറിപ്പോവാം ബൈനറിയിലേക്ക്. സോ നമ്മൾ ഹാപ്പി അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, ബൈനറിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും, ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, 2 വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 48ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിവിഷൻസ് ഇവിടെ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബിറ്റ് സീക്വൻസ് ഇങ്ങനെയാണ്. ഇനി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, ഇങ്ങനെ കിട്ടും നമുക്ക് ആൻസർ. സോ ആൻസറിനെ നമ്മൾ ഫ്ലിപ്പ് ഓർഡറിൽ എഴുതുക. അപ്പോൾ നമുക്ക് ആൻസർ 1 1 0 0 0 0 1 1 0 0 0. ഇനി നമുക്ക് 0.46 ആണ് നമ്മുടെ ഡെസിമൽ പോർഷനിൽ വരുന്നത്, പോയിൻറ്റിന് ശേഷം വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ചെയ്യുമ്പോൾ ജസ്റ്റ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണം എന്നല്ലേ നമ്മൾ പറഞ്ഞ, പോയിൻറ്റിന് ശേഷം വാല്യൂ ഉണ്ടെങ്കിൽ 46നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 92 കിട്ടും. റിമൈൻഡേഴ്സ് ഒന്നും ക്യാരി ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നത് എന്താണ്, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 2 2s are 4, ദെൻ 9 × 2 18 വരും. സോ ഇവിടെ നമുക്കൊരു 1 വരും എക്സ്ട്രാ. ദെൻ 84 × 2 ചെയ്യുമ്പോഴേക്കും 168 വരും. ഹിയർ 1 നമുക്ക് എക്സ്ട്രാ ആണ്. 36നെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, 72 വരും. ഇവിടെ നമുക്ക് 0 കിട്ടും. പിന്നെ നമ്മൾ വീണ്ടും 4 വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, 144 വരും. നമുക്ക് വേണമെങ്കിൽ ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. 8 ഇവിടെ നമുക്ക് എന്ത് വരും, 0 വരും. പിന്നെ നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് വരും, 16 17 വരും അല്ലേ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്കൊരു 4 to 5 നമ്പേഴ്സ് വെച്ചിട്ട് നമുക്കതിനെ റൗണ്ട് ചെയ്ത് നമുക്കത് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ ഈ നമ്പേഴ്സിനെ എടുക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, 0 1 1 1 0 1 എന്നുള്ള രീതിയിൽ എടുക്കുക. അടുത്ത് നോക്കിക്കേ, നെക്സ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്, 2 ഡെസിമൽ. 2 ഡെസിമൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താവും, ഹാപ്പി ആവും. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഏത് നമ്പറാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, കറണ്ട് ബേസ് എന്താണോ ആ നമ്പർ വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ നമ്പറിനെ 1000.11 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം ഇതിനെ 0 × 2⁻² പ്ലസ് എഗെയിൻ 0 × 2⁻1 പ്ലസ് എഗെയിൻ 0 എന്ത് ചെയ്യും, 0 × 2⁻2 പ്ലസ് 1 വന്നു, 1 × 2⁻3. സോ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ ഉള്ളത്, 1 1 ആണുള്ളത്. 0.11 എന്ന് പറയുമ്പോഴേക്കും ഇവിടെ വരുന്നത് എന്താണ്, 1 × 2⁻1 പ്ലസ് 1 × 2⁻². ഓക്കെ, സോ ഈ വാല്യൂസ് നമ്മൾ ആഡപ്പ് ചെയ്യുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 8.75. അടുത്തത് നോക്കിക്കേ, ഈ ഒരു നമ്പറിനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമുക്ക് എഴുതി നോക്കാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2C9B അല്ലേ. അപ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് എന്താണ് ഇരിക്കുന്നത്, ഒക്ടൽ സിസ്റ്റം ആണോ ഹെക്സ സിസ്റ്റം ആണോ, ഹെക്സയാണ് അല്ലേ. ഹെക്സ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ഡിജിറ്റ് ബൈനറിയാണ് നമുക്ക് വേണ്ടത്, 4 ബിറ്റ് ബൈനറി അല്ലെങ്കിൽ 4 ബിറ്റ് വെച്ചിട്ടുള്ള ബൈനറി പാറ്റേൺ. അപ്പോൾ 2 എന്ന് പറയുമ്പോഴേക്കും 8421ൽ 2 ഓൾറെഡി ഉണ്ട്, 2 മാത്രം മതി. അപ്പോൾ ബാക്കി എല്ലാം 0 ആക്കിയിട്ട് 2 മാത്രം 1 ആക്കി കൊടുക്കും. ഓക്കെ, 4 ബിറ്റ് ബൈനറി കിട്ടി. അടുത്ത സി എന്ന് പറഞ്ഞാൽ എന്താ, സി എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്, 12 ആണ് അല്ലേ. 12 എന്ന് പറയുമ്പോഴേക്കും 8 + 4 ആണ് 12. അപ്പം 8ഉം 4ഉം മാത്രം 1 ആക്കുക, ബാക്കിയെല്ലാം എന്തോ ആക്കുക, 0 ആക്കുക.
അടുത്ത 9 എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുന്നത് 8+1 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് 9 കിട്ടുന്നത്. സോ 8ൻ്റെ വാല്യൂ 8421 9 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം 8+1 ആണ് കിട്ടുന്നത്. ഇവിടെ 1 ആക്കുക, ഇവിടെ 1 ആക്കുക, ബാക്കിയെല്ലാം എന്താക്കുക 0 ആക്കുക. അടുത്തത് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക 11 അല്ലേ? അപ്പോൾ എന്താ 11 എന്ന് പറഞ്ഞാൽ 8421 നമുക്ക് 11 വേണം. അപ്പോൾ 8+2 നമുക്ക് 10 കിട്ടും, +1 നമുക്ക് എന്ത് കിട്ടും 11 കിട്ടും. അപ്പോൾ എന്താണ് 8ന് 1 കൊടുത്തു, 4ന് 0 കൊടുത്തു, ഇതിന് 1 കൊടുത്തു, ഇതിന് 1 കൊടുത്തു. അപ്പോൾ കിട്ടിയില്ലേ നമുക്ക് 1011 കിട്ടി. ഓക്കെ, സോ ഈ 4 ഡിജിറ്റ് അല്ലെങ്കിൽ 4 ബിറ്റുള്ള പാറ്റേൺ ആക്കി നമ്മളിതിനെ കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോഴേക്കും നമുക്ക് എന്ത് ആൻസർ കിട്ടും? നമ്മളുടെ ഗിവൺ ആയിട്ടുള്ള ബൈനറി പാറ്റേൺ ഫോർ ദിസ് എക്സാം വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പ്രോബ്ലംസ് എല്ലാം ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. കാര്യം ഇത് തന്നെയായിരിക്കും എക്സാമിന് വരിക. ഓക്കെ, ഇതിനകത്ത് ഒരു ചേഞ്ചും കാണത്തില്ല. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം മാർക്ക് ഡെഫിനറ്റ് ആയിട്ടും കിട്ടിയിരിക്കും.